ക്രിസ്തീയ ജീവിതത്തിൽ പാലിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങൾ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 10-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യണം. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകണം. ഞാനും എൻ്റെ ഗുണമല്ല പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചും കൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. ഒന്നാമത്തെ നിയമമാണ്, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് വേണം ചെയ്യുവാൻ. നാം ചെയ്യുന്ന ജോലിയിൽ, നാം ഇടപെടുന്ന മേഖലകളിൽ നാം എന്തു ചെയ്താലും അതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയണം. കൊലോസ്യ ലേഖനം 3:17 വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും യേശു മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടും ഇരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയും, എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ എല്ലാവർക്കും വരം ലഭിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ലഭിച്ച വരമായിരിക്കില്ല വേറൊരാൾക്ക് ലഭിച്ച വരം. ഓരോരുത്തർക്കും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അന്യോന്യം ശുശ്രൂഷിക്കണം. അങ്ങനെയാണ് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ, പല അവയവങ്ങൾ ശരീരത്തിലുണ്ട്. ആ അവയവങ്ങളെല്ലാം ഒരുമിച്ച് യോജിച്ച് പ്രവർത്തിക്കുന്നു. ഓരോ അവയവത്തിനും തൻ്റെ ഉദ്ദേശം, തൻ്റെ ലക്ഷ്യം എന്താണെന്ന് നന്നായിട്ടറിയാം. അത് അവർ നന്നായിട്ട് ചെയ്യുമ്പോൾ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാകുന്നത് പോലെ ദൈവം തന്നിരിക്കുന്ന വരം അത് ഉപയോഗിച്ച് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി ആ വരങ്ങൾ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കണം. അതിനെ പത്രോസ് ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ, പ്രസംഗിക്കാനുള്ള വരമാണ് ഒരാൾക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്ന എന്ന പോലെ താൻ അത് ചെയ്യട്ടെ. ഒരാൾക്ക് ശുശ്രൂഷിക്കുവാനാണ് ദൈവം വരം ലഭിച്ചിരിക്കുന്നതെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണമാകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാറ്റിലും ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്താലും, നാം വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും, നാം ജോലി ചെയ്യുന്നവരാണെങ്കിലും, നാം വലിയ ബിസിനസ്സുകൾ നടത്തുന്നവരാണെങ്കിലും, അവിടെയെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തോടെ നാം പ്രവർത്തിക്കുക. നാം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം ദുഷിപ്പിക്കുന്നതാണെങ്കിൽ അതിൽ നിന്ന് നാം ഒഴിഞ്ഞിരിക്കണം. കാരണം ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന നാം പിന്തുടരേണ്ട പ്രധാനപ്പെട്ട ഒരു നിയമമാണ് എന്ത് ചെയ്താലും നാം ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ളത്. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകണം. മാനവകുലത്തെ മൂന്നായിട്ട് തിരിച്ചിരിക്കുകയാണ്. യഹൂദന്മാർ, യവനന്മാർ, ദൈവസഭ. ദൈവത്തിൻ്റെ കണ്ണിൽ 3 വിഭാഗം ആളുകളാണ് ലോകത്തിലുള്ളത്. 1 യഹൂദന്മാർ, അവർ അബ്രഹാമിൻ്റെ സന്തതികളാണ്. 2 യവനന്മാർ, ജാതികളാണ്. 3 തൻ്റെ മഹത്വത്തിനായിട്ട് വിളിച്ചു വേർതിരിച്ച രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമായ ദൈവസഭയാണ്. അപ്പോൾ യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരായിട്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. എൻ്റെ ഗുണമല്ല പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട്, എൻ്റെ ഗുണമല്ല പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിക്കട്ടെ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ. അത് പൗലോസ് അപ്പോസ്തലൻ
വളരെ വിശദമായിട്ട് സഭയെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നുണ്ട്, താൻ ഒരിക്കലും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ഒരു ദൈവദാസനല്ല, എന്നാൽ അനേകർ രക്ഷിക്കപ്പെടേണ്ടതിന് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നാം പിന്തുടരേണ്ട 2 നിയമങ്ങൾ: ഒന്ന്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുക; രണ്ടാമതായിട്ട് മറ്റുള്ളവരുടെ ക്ഷേമം നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഷയമായിരിക്കണം. യഹൂദന്മാർക്കോ യവനന്മാർക്കോ ദൈവസഭയ്ക്കോ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന, അവർക്ക് ഇടർച്ച ഉണ്ടാക്കുന്ന അവസരം നാമായിട്ട് സൃഷ്ടിക്കരുത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു, നാം മറ്റുള്ളവരുടെ ഗുണവും കൂടെ നോക്കണം. എന്തിനാണ്? അവർ രക്ഷിക്കപ്പെടേണ്ടതിന്. മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കേണ്ടതിന് നമ്മുടെ വാക്കുകളോ ചിന്തകളോ പ്രവൃത്തികളോ അവർക്കിടർച്ച വരുത്താതെ അവരെ ശ്രേഷ്ഠന്മാരായിട്ട് എണ്ണണം എന്ന് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നു. 2 കാര്യങ്ങൾ: ഒന്ന്, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം; 2, മറ്റുള്ളവർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ക്ഷേമം, അവരെ നമ്മേക്കാൾ ശ്രേഷ്ഠന്മാരായിട്ട് എണ്ണിക്കൊണ്ട് നമ്മുടെ ഗുണവും മാത്രമല്ല മറ്റുള്ളവരുടെ ഗുണവും കൂടെ അന്വേഷിക്കുന്നവരാകുവാൻ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ഈ വചനം അനുസരിപ്പാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.